ചെങ്ങിനെ സങ്കടത്തിൽ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെങ്ങ ചോദിക്കുന്നത് നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന്. അപ്പോൾ അവളും ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ പറയുന്നത് ഞാൻ അല്ലെങ്കിലും ഭയങ്കര സംസാരമാണെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്കറിയാം ആ പെയിന്റിങ് നിന്റെ ആണെന്ന്, ഞാൻ നിന്റേതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് റിജക്ട് ചെയ്തതെന്നും അവൻ പറയാണ്. മറ്റുള്ളവർക്കും ഒരു ചാൻസ് കൊടുക്കണം എന്നാണ് അവൻ പറയുന്നത്. പിന്നീട് ഫാക്ടറിയിൽ മീറ്റിംഗ് വെക്കുകയാണ്. ആ മീറ്റിങ്ങിനകത്ത് നമ്മുടെ ലിംഗം പങ്കെടുക്കുന്നുണ്ട്. ആ മീറ്റിംഗിൽ ചെങ്ങ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് നെയിം മാറ്റുന്നതിന്റെ കാര്യം പറയുന്നുണ്ട്. എനിക്കൊരു ബ്രാൻഡ് നെയിം വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് പഴയതാണ്, അതുകൊണ്ട് നമ്മൾ അത് മാറ്റാൻ പോവുകയാണ് എന്ന് നമ്മുടെ ചെങ്ങ് പറയുമ്പോൾ ഈ കാര്യം നമ്മുടെ ലിങ്ങിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ലിങ് ചോദിക്കുകയാണ് നിനക്ക് എറിക്കിനോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി എന്ന് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കുന്നത് നീ എന്റെ കൂടെയാണോ അതോ അവന്റെ സൈഡിലാണോ എന്ന് ചോദിക്കുമ്പോൾ അവളും പറയുന്നുണ്ട് അവൻ എന്റെ ഫ്രണ്ടാണ്, അവൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടം വരും എന്ന് പറയുമ്പോൾ അവനും പറയുന്നുണ്ട് അതെന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, പിന്നെ അത് മാത്രമല്ല ഇത് ഞാൻ കുറെ കാലം മുന്നേ തന്നെ വിചാരിച്ചാണെന്നും അവൻ പറയാണ്. ഇനി നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് ഏത് സമയം റിസൈൻ ചെയ്യാം എന്ന് അവൻ പറഞ്ഞ് കാറിൽ കയറിയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന നമ്മുടെ ലിങ് അവനെ കാറിനകത്തിരുത്തി കാറ് വലിച്ചടച്ച് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്നത് ജോയുടെ അടുത്തേക്കാണ്. ജോയും എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഓ അതൊക്കെ കമ്പനിയിലെ ഒരു വലിയ പ്രശ്നമാണ്, അതൊന്നും പറയാൻ പറ്റത്തില്ല, എൻ്റെ തലയിലാണെങ്കിൽ ദേഷ്യം നിറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജോയും പറയുന്നുണ്ട് ഓ സമാധാനമായി, ഫൈനലി നീ മനസ്സിലാക്കിയല്ലോ എന്തൊക്കെ പറയാൻ പാടുണ്ട് എന്തൊക്കെ പറയാൻ പാടില്ല എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ നമ്മുടെ ചെങ്ങിന്റെ അടുത്തേക്ക് ലിങ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് പറയുന്നുണ്ട് എന്നെ അപേക്ഷിച്ച് ഇതാണ് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് തോന്നുന്നു. ഇത് കേട്ട ചെങ്ങ് പറയുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നതാണോ നിനക്ക് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സൊല്യൂഷൻ? മാരേജ് ലൈഫ് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ നീ ഡിവോഴ്സ് വാങ്ങിക്കും, ഇപ്പതേ വർക്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ റെസിഗ്നേഷൻ ലെറ്ററും തന്നു കഴിഞ്ഞു. ഇത് കേട്ട അവളും നിങ്ങൾക്ക് എന്റെ വർക്കിനെ പറ്റിയിട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും, പക്ഷെ എന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്യാൻ നിനക്ക് ഒരു അവകാശവും ഇല്ല, കാരണം നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ എന്നവള് പറയാണ്. അങ്ങനെ ചിങ്ങം പറയുന്നുണ്ട് ശരി ഞാൻ നിന്റെ റെസിഗ്നേഷൻ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യാണ്, ഇനി നിനക്ക് ഇവിടുന്ന് പോകാം എന്ന് പറയുമ്പോൾ അവളും പോകാനായിട്ട് തുടങ്ങാണ്. അപ്പോഴാണ് അവനും ചോദിക്കുന്നത് നീ ഇപ്പൊ ഈ ഒരു ഡിസിഷൻ എടുത്തതിനെ പറ്റിയിട്ട് നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് അറിയപ്പെടുന്ന എറിക്കിനോട് ഈ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ലിങ് പറയുന്നുണ്ട് ഞാൻ ആരോടും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും ഹേർട്ട് ചെയ്യാനും താല്പര്യമില്ല, അതുകൊണ്ട് ഞാനിപ്പോ ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നീട് ചെങ്ങിന്റെ അമ്മ ലിങ് ജോലി ഉപേക്ഷിച്ച കാര്യം മനസ്സിലാക്കി അവരുടെ സെക്രട്ടറിയോട് സീക്രട്ട് ആയിട്ട് അവന് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റിനെ തേടാനായിട്ട് പറയുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എറിക്കിനെ ജോ ഒരു ബാറിലേക്ക് വിളിക്കുന്നതാണ്. അങ്ങനെ അവനും ആ ബാറിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ ജോ നല്ല രീതിയിൽ കുടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ അവനും അവളുടെ അടുത്തെത്തിയിട്ട് നീ എന്തിനാ ഇത്രയും കുടിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അവളും പറയുന്നുണ്ട് ഞാൻ വൈനാ കുടിച്ചത്, പക്ഷെ കുറെ നേരം ഇങ്ങനെ ഒരാളെ പറ്റി തന്നെ ആലോചിച്ച് കുടിച്ചപ്പോൾ കൂടിപ്പോയി, അത് നീയാ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് നമ്മുടെ എറിക്കും അവളെ തന്നെ കുറെ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അവളെ കിസ് ചെയ്യാൻ ചെല്ലാണ്. പക്ഷെ അവനും പെട്ടെന്ന് അവളെ കിസ് ചെയ്യാതെ മാറിയിരുന്നിട്ട് പിന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മുടെ ജോയെ എടുത്തോണ്ട് എറിക്ക് വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പൊ ലിംഗം ചോദിക്കുന്നുണ്ട് ഓഹോ ജോ നിന്നെയാണോ വിളിച്ചത്, എന്തുകൊണ്ടാ എന്നെ വിളിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ എരിക്കും എനിക്കെങ്ങനെ അറിയാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. എരിക്ക് പൊയ്ക്കോ കഴിഞ്ഞിട്ട് നമ്മുടെ ജോയോട് ലിംഗം പറയുന്നുണ്ട് എടി മതിയാക്ക്, നീ ഇത്ര അങ്ങ് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ്. കാരണം ഇത് രണ്ടുപേരും കൂടെ നടത്തിയ ഒരു പ്ലാൻ ആണ്. എരിക്കിന് ജോയോട് ഒരു ഫീലിങ്സ് ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ട് അവര് നടത്തിയ ഒരു ചെറിയ ട്രിക്കാണ്, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടും ഫ്ലോപ്പ് ആയി പോയെന്നും നമ്മുടെ ജോ പറയാണ്. അവൻ ഓൾമോസ്റ്റ് എന്നെ കിസ് ചെയ്യാൻ വന്നു, പക്ഷെ അതെന്തുകൊണ്ട് അവൻ ചെയ്യാതെ പോയത് എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാണ്. അവന്റെ സ്നേഹം തപ്പിപ്പോയ ഞാനിപ്പോ അവനോടല്ല എന്റെ സ്നേഹം മനസ്സിലാക്കിയിരിക്കുകയാണെന്നും നമ്മുടെ ജോ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ലിങ് ആർട്ട് ഗാലറിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആ ഒരു ഓണർ പറയുന്നുണ്ട് നിങ്ങൾക്ക് പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം എന്ന് പറയാണ്. അങ്ങനെ അവള് മനസ്സിലാക്കുകയാണ് നമ്മുടെ ചെങ്ങ് അവളുടെ അവിടുത്തെ ഒരു പെയിന്റിങ് വാങ്ങിച്ചു എന്നുള്ളത്. നെക്സ്റ്റ് ഡേ ജോയുടെ വീട്ടിലേക്ക് ഇറക്കി വരികയാണ്. അപ്പോഴാണ് നമ്മുടെ ജോയും രണ്ടുപേർക്കുള്ള വൈൻ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ ജോയോട് അവൻ പറയുന്നുണ്ട് എനിക്ക് എന്റെ ഫീലിങ്സ് പറയാനായിട്ട് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം എന്നും പറയാണ്. ഇത് കേട്ട് അവളും ചോദിക്കുന്നുണ്ട് ഇനി ഞാനെന്ത് പറയും എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവൻ പറയുന്നത് നീ ഒരു ലോയർ അല്ലേ, നിനക്ക് വാക്കുകൾ കൊണ്ട് അമ്മാനാടാൻ അറിയത്തില്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു വാക്കില്ലാത്തത് പറയാൻ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ജോയോട് ചോദിക്കുകയാണ് നമ്മൾ 10 വർഷത്തോളം ഫ്രണ്ട്സ് ആയിട്ടിരുന്നു, നിനക്ക് എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, നിനക്കും ഓർമ്മ കാണത്തില്ല, എന്തായാലും നീ അതിന്റെ ഇടയിൽ ഒരു വട്ടമെങ്കിലും എന്നെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളും ഇല്ല എന്ന് പറയാണ്. കാരണം നിന്നെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരുന്നു എന്നും പറയുമ്പോൾ അവനും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിന്നെ കിസ് ചെയ്യാതിരുന്നത്, അത് തന്നെയാണ് എന്റെ പ്രശ്നം എന്ന് പറയാണ്. ഇവർ രണ്ടുപേരും 10 വർഷത്തോളം ഫ്രണ്ട്സ് ആയിട്ടിരുന്നിട്ടുണ്ട്, പക്ഷേ തമ്മിൽ ഇഷ്ടമാണ്, പക്ഷേ ഇവർ റിലേഷനിലായി ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം കാരണം അവർ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സ് ആയി പിരിഞ്ഞു പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ വിഷമം വരും, അതാണ് ഇവരുടെ പേടി. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഒത്തിരി സങ്കടം ഉണ്ടെങ്കിലും രണ്ടുപേരും ലൈഫ് ലോങ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ലിങ് ഒരു ജോബിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നതാണ്. ആ ഇന്റർവ്യൂ തരക്കേടില്ലാതെ നല്ല രീതിയിലും പോകുന്നുണ്ട്. ആവശ്യത്തിന് വൈനൊക്കെ കുടിച്ച് നമ്മുടെ എറിക്ക് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയത് അവൻ പോലും അറിഞ്ഞില്ല. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം അവൻ എണീക്കുകയാണ്. നമ്മുടെ ലിങ്ങിനോട് അവൻ ചോദിക്കുന്നുണ്ട് ജോ എന്നോട് പറഞ്ഞു നീ ഞാൻ കാരണമാണ് നിന്റെ ജോബ് റിസൈൻ ചെയ്തതെന്ന്,
ചോദിക്കുകയാണ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവളും പറയുന്നുണ്ട് ഓ അത് ബിസിനസ് മാറ്റർ, അത് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അവൻ ചെങ്ങിനെ വിളിക്കുമ്പോൾ അവൾ തടഞ്ഞു നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചെങ്ങും അവളുടെ സൗണ്ട് കേട്ടിട്ട് ഓ അവള് നിന്റെ അടുത്തുണ്ടല്ലോ, അപ്പൊ നീ അവളുടെ അടുത്ത് പറഞ്ഞേക്ക് എല്ലാ കാര്യവും നിനക്ക് എറിക്കിനോട് പറയാം എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ എറിക്കിനോട് അവള് പറയുമ്പോൾ എറിക്ക് അതെല്ലാം സിമ്പിൾ ആയിട്ടാണ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ചെങ്ങിന് മാത്രമല്ല അറിയാവുന്നത്, ഇതൊക്കെ എറിക്കിനും അറിയാവുന്ന കാര്യങ്ങളാണ്. ചെങ്ങിന് എന്ത് ചെയ്യണം എന്നറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ എറിക്കാണ് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ജോലി റിസൈൻ ചെയ്തു വന്നിരിക്കുന്ന ലിങ്ങിനെ കണ്ടിരുന്ന് അവരും ചിരിക്കുന്നുണ്ട്. നമ്മുടെ ലിങ് ആണെങ്കിൽ അപ്പൊ ഞാൻ ഇത്രയ്ക്ക് പൊട്ടിയായി പോയല്ലേ, വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ജോലി കളഞ്ഞത് എന്നിങ്ങനെ പറയാണ്. എറിക്ക് പറയാണ് നീ ചെങ്ങിനോട് ഒരു താങ്ക് യു പറയണം, കാരണം അവൻ നിന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന്. അപ്പോഴാണ് അവളും ചോദിക്കുന്നത് അവനൊരു കൊച്ചുകുട്ടിയാ, അവൻ എന്നെ എങ്ങനെ പഠിപ്പിക്കാനാ എന്നാണ് ചോദിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ എറിക്കും പറയാണ് ബിസിനസിന്റെ കാര്യം വരുമ്പോൾ നീയാണ് കൊച്ചുകുട്ടി, അവനൊരു മുതിർന്ന വ്യക്തിയുമാണ്. അങ്ങനെ കുറെ സംസാരിച്ച ശേഷം അവൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ലിങ്ങിന് ആ ഒരു കമ്പനിയിൽ നിന്ന് കോൾ വരുന്നത്. കുറച്ചു മുമ്പേ ഇവള് ഇന്റർവ്യൂ കൊടുത്ത കമ്പനിയിൽ നിന്നും. ആ കമ്പനിയിലേക്ക് അവള് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറയുകയാണ്. ഒരു വീക്കിനുള്ളിൽ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവള് ചോദിച്ച സാലറിയും കൊടുക്കാമെന്ന് പറയുകയാണ്. പക്ഷെ ഇപ്പൊ എരിക്കിനോട് സംസാരിച്ചതിന് ശേഷം ആ ഒരു പുതിയ കമ്പനിയിലേക്ക് പോകാൻ അവൾക്കും താല്പര്യമില്ല. ലിങ് പെട്ടെന്ന് വാങ്ങിനെ കോൾ ചെയ്യാണ്. എന്നിട്ട് അവനോടും ചോദിക്കുന്നുണ്ട് ചെങ്ങിപ്പോ പുറത്താണോ, പുറത്താണെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോവുകയാണ്, എന്റെ സാധനങ്ങളൊക്കെ എനിക്ക് പാക്ക് ചെയ്യണം എന്ന് പറയാണ്. ചെങ്ങ് വാങ്ങിന്റെ തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്ത വാങ്ങും പറയാണ് എന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം, ഞാനിപ്പോ പോവും, നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് മനഃപൂർവ്വം അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ ലിങ് അവന്റെ വീട്ടിലെത്താണ്. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ചെങ്ങും അവന്റെ വീട്ടിലെത്തുന്നുണ്ട്. ഞാൻ എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ആ പെട്ടെന്ന് നിന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ഒരെണ്ണം പോലും വിടാതെ ഇവിടുന്ന് കൊണ്ടുപോയിക്കണം, അതാവുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാനും വേണ്ടിയിട്ട് ഒരു എക്സ്ക്യൂസ് വീണ്ടും കാണത്തില്ലല്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് സൈഡിൽ പെയിന്റിങ് കണ്ടുകൊണ്ട് നമ്മുടെ ലിങ് അവനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്റെ പെയിന്റിങ് ഇഷ്ടപ്പെട്ടില്ലെന്നല്ലേ പറഞ്ഞു, പിന്നെന്തിനാ അത് വാങ്ങിയേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവനും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മറ്റുള്ളവരെ അപേക്ഷിച്ച് നിന്റെ പെയിന്റിങ് കൊള്ളത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്കിത് വെറും ഒരു ഹോബി ആയിരിക്കും, പക്ഷേ മറ്റുള്ള പെയിന്റേഴ്സിന് അങ്ങനല്ല, അതൊക്കെ അവരുടെ പ്രൊഫഷനാണ് എന്ന് പറയാണ്. പ്രൊഫഷനെയും ഹോബിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നും പറയാണ്. അങ്ങനെ അവൾ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് അവൾക്ക് അവിടെ വിട്ട് പോകാൻ ഒരു മനസ്സ് വരാത്തതും അവൾ തിരിച്ച് ഒരു ചാൻസും കൂടെ ചോദിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും. അവനും പറയുന്നുണ്ട് ഞാൻ കുറെ ചാൻസ് നിനക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു, പക്ഷേ ഇത് നീയായിട്ട് കളഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞ് അകത്ത് കയറി പോവുകയാണ്. പിന്നീട് എനിക്ക് നമ്മുടെ ലിങ്ങിനെയും ജോയാണ് രണ്ടുപേരും ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് അവർ സന്തോഷത്തിൽ സംസാരിക്കുന്നുണ്ട്. വളരെയധികം വലിയതായിട്ട് കൂവി ഒച്ചയിട്ട് അവരുടെ സ്ട്രെസ് കളയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ജോ അവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവളുടെ ഒരു പോസ്റ്റ് കാണുകയാണ് നമ്മുടെ എറിക്കിന്റെ. അവനാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സുമായിട്ട് നല്ല സന്തോഷത്തിൽ ഇരിക്കുന്ന പോസ്റ്റാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് നമ്മൾ ജോയും ദേഷ്യപ്പെടാണ്. കാരണം കുറച്ചു മുമ്പേ നമ്മുടെ ലിങ് അവളോട് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു എറിക്ക് ചിലപ്പോൾ ഉള്ളിൽ നിരാശ വെച്ച് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുമായിരിക്കും എന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചെങ്ങിന്റെ ഓഫീസിൽ വീണ്ടും അവന്റെ പേഴ്സണൽ അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള തപ്പൽ തുടങ്ങി ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. കുറെ പേര് ഇന്റർവ്യൂവിന് വന്നു പോകുന്നുണ്ട്, പക്ഷേ ലിങ്ങിന് അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ അവന് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണിക്കുന്ന ചെങ്ങിന്റെ രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും ലിങ് ഇല്ലാതെ അവന്റെ ലൈഫ് വളരെ എംപ്റ്റി ആണെന്ന്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലിങ്ങിനിപ്പോ പുതിയ ജോലി കിട്ടിയിരിക്കുകയാണ്. അവൾ അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവൾക്ക് പണ്ടത്തെ പോലെ ഒരു സന്തോഷമില്ല. പിന്നീട് നമ്മുടെ ലിങ്ങിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണാത്ത നമ്മുടെ ജോ അവളോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളും പറയാണ് ഞാൻ ചെങ്ങിന്റെ കൂടെ ജോലി ചെയ്തിരുന്നപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ടും ക്ലിയർ ആയിട്ടും ചെയ്യണമായിരുന്നു, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഈ ജോബില് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതോടൊപ്പം തന്നെ അവള് നമ്മുടെ ചെങ്ങിനെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. കാരണം അവൻ ആരെങ്കിലും പുതിയതായിട്ട് പേഴ്സണൽ അസിസ്റ്റന്റിനെ കണ്ടുപിടിക്കാനായിട്ട് തപ്പി തുടങ്ങിയാലും അവന്റെ പേഴ്സണൽ ചോയ്സിന് ഒത്തിരി അസിസ്റ്റന്റിനെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് അവക്കറിയാം. ഇതേ സമയം നമ്മുടെ ചെങ്ങിന്റെ വീട്ടില് ചെങ്ങാണെങ്കിൽ രാത്രിയിൽ തന്നെ കുറെ ഇരുന്ന് ആലോചിച്ച് നമ്മുടെ ലിങ്ങിനെ വിളിക്കണോ വേണ്ടോ എന്നൊക്കെ ഇരുന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ അവസാനം അവനും തിരിച്ചു വിളിക്കാനായിട്ട് തീരുമാനിച്ച് ഫോൺ വിളിക്കുന്നുണ്ട് നമ്മുടെ ലിങ്ങിനെ. അതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ലിങ് ഈ ജോബിലേക്ക് തിരിച്ചു വരുമോ അതോ പുതിയ ജോബിൽ തന്നെ തുടരുമോ എന്നൊക്കെ അറിയണമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.